വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ കക്ഷി ചേരുവാൻ വേണ്ടി കേരളം സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. ഈ അപേക്ഷയിലാണ് ഒരിക്കലൊരു ഭൂമി വഖഫായാൽ അത് എക്കാലത്തും വഖഫായി തുടരുമെന്ന് കേരളം വ്യക്തമാക്കിയിരിക്കുന്നത്. വഖഫിനോ അതിൻ്റെ അവകാശികൾക്കോ ആ ഭൂമിയുടെ സ്വഭാവം മാറ്റാൻ വേണ്ടി കഴിയില്ല. എന്നാൽ പുതിയ വഖഫ് ഭേദഗതി നിയമപ്രകാരം ഈ ഭൂമിയുടെ സ്വഭാവം മാറ്റാൻ വേണ്ടി കഴിയുമെന്നാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഭരണഘടനാപരമായി സാധുവാണോ എന്നുള്ള കാര്യവും എന്ന സംശയവും കേരളം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിരവധി മുസ്ലിങ്ങളുണ്ട്, അവർക്ക് വഖഫും വഖഫ് ഭൂമിയുമുണ്ട്. നിലവിൽ ഈ വഖഫ് ഭേദഗതി നിയമം അവരുടെ മതപരമായ അവകാശങ്ങളിലും മറ്റും വിവേചനം സൃഷ്ടിക്കുമെന്ന ആശങ്ക കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ട്. ആ ആശങ്ക യാഥാർത്ഥ്യമാണെന്നും കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ കക്ഷിചേരൽ അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലെ പല വ്യവസ്ഥകളും ഈ ഭരണഘടനാപരമായി സാധുവാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നതാണ്. ഈ വഖഫുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയുന്നത്, ഒരു വ്യക്തിയുടെ മതവും വിശ്വാസവും നിശ്ചയിക്കുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളോ അളവുകോലുകളോ നിലവിലില്ല. ഒരു വ്യക്തി മുസ്ലിമാണോ എന്ന കാര്യം പരിശോധിക്കാൻ സർക്കാരിനോ സർക്കാർ ഏജൻസികൾക്കോ, മുസ്ലിം മതാചാരപ്രകാരമാണോ അവർ ജീവിക്കുന്നത് എന്ന കാര്യം പരിശോധിക്കാൻ സർക്കാരിനോ സർക്കാർ ഏജൻസികൾക്കോ യാതൊരു തരത്തിലുള്ള ഈ സാധ്യതയും ഇല്ല എന്നും നിശ്ചയിക്കാൻ വേണ്ടി കഴിയില്ല എന്നും ഈ കക്ഷിചേരൽ അപേക്ഷയിൽ കേരളം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നും ഈ കക്ഷിചേരൽ അപേക്ഷയിൽ കേരളം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കക്ഷിചേരൽ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നാണ് കേരളം സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്നത്.